നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 നോർവേയെ നേരിടാൻ ഒരുങ്ങുകയാണ് ബ്രസീൽ ടീമിൻ്റെ പരിശീലനം പുരോഗമിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, റാഫീഞ്ഞ പൂർണ്ണമായിട്ടും ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നു. പക്ഷെ അദ്ദേഹം ഈ മത്സരം കളിക്കാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും അദ്ദേഹം മടങ്ങിയെത്തി എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഈ കളിക്കില്ലെങ്കിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് ബ്രസീൽ യോഗ്യത നേടുകയാണെങ്കിൽ അവിടെ റാഫീഞ്ഞ കളിക്കും എന്നാണ് മനസ്സിലാവുന്നത്. റയാൻ ട്രെയിനിങ്ങിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആഞ്ചലോട്ടി ആ ഒരു സസ്പെൻസ് നിലനിർത്തുകയാണ്. പക്കേറ്റക്ക് പകരം ആരെ കളിപ്പിക്കും. ഇന്നലത്തെ ദിവസം അദ്ദേഹം പ്രധാനമായിട്ടും മാർട്ടിനെല്ലിയെയാണ് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ പരീക്ഷിച്ചത്. അതിൻ്റെ മുമ്പത്തെ ദിവസം ട്രെയിനിങ്ങിൽ അദ്ദേഹം സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ പരീക്ഷിച്ചിരുന്ന ഡാനിലോ സാൻറ്റോസിനെയാണ്. അപ്പോൾ ഇതിൽ രണ്ടുപേർക്കും സ്റ്റിൽ സാധ്യതകളുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അതുപോലെ തന്നെ അദ്ദേഹം ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഫാബിഞ്ഞോയും അതുപോലെ എഡേഴ്സിനെയും പരീക്ഷിക്കുകയുണ്ടായി. അത് പക്ഷേ ബ്രസീൽ നല്ലൊരു ലീഡൊക്കെ എടുത്ത് ആ ലീഡ് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ചേഞ്ചിലേക്ക് പോവുക. ഇഗോർ തിയാഗോയും അദ്ദേഹം ട്രെയിനിങ്ങിൽ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പം പ്രധാനമായിട്ടും ആ ഒരു സസ്പെൻസ് നിലനിൽക്കുന്നത് പക്കേറ്റയ്ക്ക് പകരം ആരായിരിക്കും, ഗബ്രിയൽ മാർട്ടിനെല്ലിയോ ഡാനിലോ സാൻറ്റോസോ എന്ന ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ബ്രസീലിൻ്റെ ഒരു പ്രോബബിൾ ലൈനപ്പ് ബ്രസീലിയൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് എങ്ങനെയാണ്? ഗോൾ കീപ്പറായിട്ട് ആലിസൺ ബെക്കർ, ഡിഫൻസിൽ ഡാനിലോ മാർക്കിഞ്ഞോസ്, ഗബ്രിയൽ മെഗല്ലസ്, ഡഗ്ലസ് സാൻറ്റോസ്. മധ്യനിരയിലേക്ക് വരുമ്പോൾ കാസമിറോ, ബ്രൂണോ ഗുയിമാറസ്, ഗബ്രിയൽ മാർട്ടിനെല്ലി അല്ലെങ്കിൽ ഡാനിലോ സാൻറ്റോസ്. അവിടെ അദ്ദേഹം സസ്പെൻസ് നിലനിർത്തുന്നു. ദെൻ റയാനും മാത്യൂസ് കുഞ്ഞയും വിനി ജൂനിയറും തന്നെ മുന്നേറ്റം നയിക്കും. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഡാനിലോ സാൻറ്റോസിനെയാണ് ഇറക്കുന്നതെങ്കിൽ ടാക്റ്റിക്കലി ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. അല്ല ഗബ്രിയൽ മാർട്ടിനെല്ലി ആണെങ്കിൽ ബ്രസീൽ ടീമിൻ്റെ ഷേപ്പിൽ മാറ്റം വരികയും ചെയ്യും. ഏതായാലും ഇന്നത്തെ ട്രെയിനിങ് സെഷനോടുകൂടി കാര്യങ്ങളിലൊരു ഫൈനൽ തീരുമാനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ കാർലോ ആഞ്ചലോട്ടിയുടെ പത്രസമ്മേളനം ഉണ്ടാകും. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള വിശദീകരണം വരും എന്ന് തന്നെ കരുതാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.